ഹലോ ഗായ്സ്, വെൽക്കം ടു യുവ മരിയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലുലുവിലോട്ട് ഒരു ട്രിപ്പ് പോയിട്ടാണ്. ഞാൻ ഇച്ചാൻ കുഞ്ഞ് കസിൻ പുള്ളിക്കാരത്തി തിരിച്ച് അബുദാബിയിലോട്ട് പുതിയ ജോലിയായി പോകാൻ പോകണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതായിട്ട് ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് പോയതാണ് കേട്ടോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ വന്നേട്ടോ. ഞാനിത് ഇതിനകത്ത് കയറിയിട്ടാണ് റെഡിയാക്കി ഇറങ്ങിയത്. അപ്പോൾ ചെറിയ എൻ്റെ ഒരു ഇതൊക്കെ വൈക്ലാബിയൊക്കെ മുഖത്തുണ്ട്. പിന്നെ പോയ ഉടനെ വിശന്ന് പണ്ടാരടങ്ങിയ കാരണം ഫുഡ് കഴിക്കാൻ കയറി. KFC ആണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾ KFC ആണ് കഴിച്ചത്, ഇത്തവണയും KFC തന്നെ. എൻ്റെ പൊന്നെ, KFC കഴിച്ച് എൻ്റെ സത്യം പറഞ്ഞാൽ മടുക്കുന്നവരെ കഴിച്ചു എന്ന് പറയും. പിന്നെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പെപ്സി ഇല്ലാണ്ട് എന്ത് ആഘോഷമല്ലേ. അതുപോലെ പെപ്സി ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ബർഗർ കഴിച്ചിട്ട് ആളുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ ഗൈസ്. പിന്നെ കുഞ്ഞിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നത്, പോസൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. നല്ല രസമാണ്. കുറച്ച് ഫോട്ടോസൊക്കെ നന്നായിട്ട് കിട്ടും. ഇത് പുതിയ ഐറ്റാന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊരു ഫസ്റ്റ് ടൈം കാണുന്നത്. സത്യം പറയാൻ ചിരി വന്ന് എന്തുണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഫണ്ടൂറിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കോംബോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വയറ് ഫുള്ളായത് കാരണം ഞങ്ങൾ അങ്ങോട്ട് നോക്കിയില്ല. പിന്നെ ഫണ്ടൂറയ്ക്കകത്ത് പോയി കുഞ്ഞിന് ലുലു എന്ന് പറഞ്ഞാൽ ഫണ്ടൂറ കാർഡ് എവിടെയെങ്കിലുമൊക്കെ ഇട്ടങ്ങ് ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമല്ല. ഇതാണ് ഇവളുടെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള റൈഡ് എന്ന് പറഞ്ഞ കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കറങ്ങുക. പക്ഷെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ. ഇത് കഴിഞ്ഞതിന് മുന്നത്തെ തവണയും എപ്പോഴും ഇപ്പം ഇത് തന്നെയാണ് പുള്ളിക്കാരത്തി കയറുന്നത്. പുള്ളിക്കാരത്തി ഇപ്പോൾ വേറെ ഒന്നിനോടും താല്പര്യമില്ല. പിന്നെ ഇത് കുഞ്ഞു പിള്ളേരുടേതൊക്കെയാണ് കേട്ടോ. ആൾക്ക് ഇതൊക്കെ തന്നെ ഇഷ്ടം. ബട്ട് ആൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നമ്മുടെ കാറിനിങ്ങനെ ഫ്ലോറിലിങ്ങനെ കാറ് പോകത്തില്ലേ, അതൊന്നും നോക്കിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവിടെ ഫ്ലോർ കുറച്ചുകൂടെ സ്പീഡായതുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കയറ്റിയില്ല, കുഞ്ഞിനെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് നമ്മുടെ PVR. ഏത് സിനിമ കാണാനാണെന്നറിയാം. കണ്ടോ, ബാലൻ. സത്യം പറഞ്ഞാൽ ഇച്ചാൻ കുറേ ഇങ്ങനെ ബാലൻ മൂവി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പം ഞങ്ങൾ വെച്ചാൽ അത്ര എക്സ്പെക്റ്റേഷനൊക്കെ വേണ്ടെന്നൊക്കെ ഒരു ചിന്തയിലായിരുന്നു. ബട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. കുഞ്ഞ് ആദ്യം ഫോണിലാണ് കേട്ടോ ഇരുന്നത്. പിന്നെ കുഞ്ഞിക്ക് നല്ല ഇൻട്രസ്റ്റ് ആ ഒരു കുഞ്ഞിൻ്റെ കഥയായിരുന്നത് കൊണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ തന്നെ ഞങ്ങൾ പോപ്കോണും സമൂസ ഇച്ചാൻ നേരത്തെ തന്നെ പ്രീ ബുക്ക് ചെയ്തിരുന്നു, ഓൺലൈനിൽ പേയ്മെൻറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ ഫാഷൻ സ്റ്റോറാണ്. നമ്മുടെ പുള്ളിക്കാരത്തേക്കും കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വാങ്ങിക്കാനുണ്ടെന്ന്. അപ്പോൾ അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറേ ട്രൈ ഒക്കെ ചെയ്ത് കണ്ടില്ലേ എങ്ങനെ പോയി എങ്ങനെ വന്നെന്നുള്ളത്. പിന്നെ കുഞ്ഞിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ചെടുത്തു. പിന്നെ പുള്ളിക്കാരത്തേക്ക് ബോറടിച്ചാണ് അവൾ കുറച്ച് നേരം ഫോണൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങുന്ന വഴിക്ക് നമ്മുടെ ഫുട്ബോളിൻ്റെ ഫിഫയുടെ കുറച്ച് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം എന്താ പറയാൻ, കുറച്ച് റേറ്റും അധികമായിട്ട് തോന്നി. പിന്നെ കുറച്ച് വേറൊരു ഷോപ്പിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് തന്നെ ഇറങ്ങി. പിന്നെ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലത്ത് ഞങ്ങൾ കയറിയില്ല കേട്ടോ. കയറിയാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ ഞങ്ങളിതേ താഴോട്ട് പോയി. അടുത്ത് നമുക്കൊരു എന്താ പറയാനായിട്ട് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് നമുക്ക് മെയിനായിട്ട് വാങ്ങിക്കണം. അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, നമ്മളെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ ചാലയ്ക്കകത്തൊരു കടയുണ്ട്, മാഗ്മിഡ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് നമ്മുടെ ഈ ഹോൾസെയിലായിട്ട് ഈ ബ്യൂട്ടീഷ്യനും അവരൊക്കെ ഇല്ലേ, ബ്യൂട്ടീഷ്യൻസും അങ്ങനെ അവരൊക്കെ പർച്ചേസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അവിടെയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മാഗ്മിഡ്, ചാലയ്ക്കകത്താണ് കേട്ടോ. പിന്നെ അവിടെ പോയപ്പോഴത്തേനും അവിടുത്തെ പുള്ളിക്കാരത്തി നമ്മുടെ ക്ലെൻസറൊക്കെ വെച്ച് തുടച്ച് മുഖത്ത് അഴുക്കൊക്കെ മാറ്റിയപ്പോൾ തന്നെ എന്തോ ഒരു ഫേസ് പാക്ക് ഇട്ടൊരിതുണ്ടാകും. ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, കുളിച്ച് അടിച്ച് നനച്ച് കഴുകിയാൽ തന്നെ ഈ അഴുക്കൊക്കെ പോകുന്നുള്ളൂ. പുള്ളിക്കാരത്തി കഴുകിയപ്പോൾ കണ്ടില്ല നല്ല ക്ലീനായത്. ആ ഒരു പോർസിനകത്തുള്ള കുറേ ഇതൊക്കെ അങ്ങ് പോയിട്ടാണ്. പുള്ളി പറഞ്ഞത് ഔറേനിയ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. പക്ഷെ ഞങ്ങളിതുവരെ കേട്ടിട്ടില്ല. അവരിത് തന്നെ കൂടുതൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തു, അവൻ്റെ ഫേസ് സ്ക്രബും അതൊക്കെ. ബട്ട് ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞല്ലേന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെന്തൊക്കെയാണ് ഇട്ട് ഫുൾ മേക്കപ്പൊക്കെ ചെയ്ത് മറ്റേ കല്യാണത്തിൻ്റെ മേക്കപ്പ് പോലെ ആക്കി സെറ്റാക്കി തന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആദ്യം മോയ്സ്ചറൈസർ അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം പുള്ളിക്കാരത്തി ഇട്ടു. നമ്മളൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞൊരു കല്യാണ പെണ്ണിനെ ഒരുക്കുന്ന ഒരു ആ ഒരു ഫീലാകുന്നുണ്ട് അവിടെ. കുറച്ച് ടൈം അവിടെ പോയി എങ്കിൽ പോലും പുള്ളിക്കാരത്തേക്ക് കൊണ്ടുപോകാനുള്ളത് കാരണം ഫുൾ നമ്മുടെ ഫൗണ്ടേഷനും എല്ലാം ഇട്ട് സെറ്റാക്കി. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, ചെയ്യുന്നവർക്ക് കഷ്ടപ്പാട്. പിന്നെ ലിപ് ലൈനറും ബ്ലഷൊക്കെ ഇട്ട് ഇപ്പം മറ്റേ നമ്മുടെ ബാസന്തി നയൻതാര ആയില്ലേ, ആ ഒരു ലുക്ക് വന്നില്ലേ ഗൈസ്. ബാസന്തി സത്യം പറയുന്ന നയൻതാര ആയിട്ടത് ആദ്യം കണ്ടപ്പോൾ എങ്ങനെയായിരുന്നത്.
പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു കേട്ടോ. ഒരു 7-8 പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു. നമ്മുടെ മോയ്സ്ചറൈസർ മുതൽ ഫൗണ്ടേഷൻ വാങ്ങി കേട്ടോ. കോമ്പാക്ട് പൗഡർ വാങ്ങിയില്ല, നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെ മൊത്തം ഇത്ര ഐറ്റംസാണ് കേട്ടോ വാങ്ങിച്ചത്. എല്ലാം കൂടെ വാങ്ങിച്ചപ്പോഴത്തേനും ഒരു നിയർലി 4000 അടുപ്പിച്ചായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ഞാൻ കഴിക്കുന്ന സാധനം കണ്ടോ, മനസ്സിലായി എന്താണെന്നുള്ളത്? പേരയ്ക്കാണ് കേട്ടോ. ഈ പേരയ്ക്ക ഈ നമ്മുടെ മുളകും ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഒരു ഗ്ലൂക്കോസ് വാട്ടറിൽ വച്ചേക്കില്ല, ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. എനിക്ക് നല്ല ഇഷ്ടമായി. പേരയ്ക്ക ഇഷ്ടമായി, പൈനാപ്പിൾ, ഇത് രണ്ടും ഞാൻ ട്രൈ ചെയ്തിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മുടെ പേരയ്ക്ക ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, ബട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സോഡ ലൈം, പിന്നെ അവരുണ്ട് ഒരു നോർമൽ ലൈം, കുഞ്ഞിനൊരു ബൂസ്റ്റ്. അങ്ങനെ ഞങ്ങളിതേ അടിച്ച് പൊളിച്ച് വയറൊക്കെ ഫുള്ളാക്കിയാണ്. വേറെ സ്പേസില്ല, എന്നെ ഹെവി ആയിട്ട് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്കത് തന്നെ ദഹിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു KFC ദഹിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ കേക്കൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ പാവം കോഴി കറങ്ങുന്നത് കണ്ടോ ഗൈസ്. നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് എന്താ കഴിക്കുമ്പോൾ ഈ സങ്കടമില്ല. ഇല്ല ഗൈസ്, കഴിക്കുമ്പോൾ സങ്കടമില്ല, പക്ഷെ കാണുമ്പോൾ സങ്കടം. ആ ഒരു കോഴിനെ വെട്ടി നുറുക്കുന്നത് കണ്ട് ഞങ്ങളിങ്ങനെ നോക്കി സങ്കടപ്പെടുകയായിരുന്നു ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജ്യൂസൊക്കെ കിട്ടി, ജ്യൂസ് കുടിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് അടിക്കുക. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഹൈപ്പ് ചെയ്യുക. ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഓൾ. ബൈ ബൈ.